ഹലോ ഫ്രണ്ട്സ്, സ്പാർക്ക് ആർടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മാരുതി 800ൻ്റെ കംപ്ലൈൻ്റ് ആയിട്ടുള്ളൊരു സ്പീഡോമീറ്റർ കേബിൾ റിപ്പയർ ചെയ്യുകയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ കാണുന്നതാണ് സ്പീഡോമീറ്റർ കേബിൾ. ഇത് സാധാരണ പൊട്ടിപ്പോകാറാണുള്ളത്. അപ്പോൾ ഇത് നമുക്ക് നന്നാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ താഴെ കാണാം ഒരു 10ൻ്റെ ഒരു ചെറിയൊരു ബോൾട്ട് കാണാം. ആ ബോൾട്ട് ലൂസൺ ചെയ്യുക. അത് ലൂസൺ ചെയ്തിട്ട് ഈ കേബിൾ ഒന്നാകെ വലിച്ചെടുക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. നമുക്കത് ചെയ്ത് നോക്കാം. ഇതിനായിട്ട് 10ൻ്റെ ഒരു സ്പാനർ എടുക്കുക. എന്നിട്ടത് അതിനിടയ്ക്ക് കുറച്ച് പ്രയാസമാണ്, അവിടേക്ക് കൈ കൊണ്ടുപോകാൻ കുറച്ച് സ്പേസ് വേണം. എന്നാലും ശ്രദ്ധാപൂർവ്വം അത് ലൂസൺ ചെയ്യാം. ഇതാണ് കേബിള് നമുക്ക് നോക്കാം. കേബിൾ പൊട്ടിപ്പോയത് തന്നെയാണ്. അപ്പോൾ ഈ കേബിൾ നമുക്ക് റീപ്ലേസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും കേബിൾ ഊരിയെടുത്ത് നോക്കാം. ഇനി നമുക്ക് ഈ ഭാഗം ഊരിയെടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് നമുക്ക് സ്റ്റിയറിങ് അഴിച്ച് മാറ്റാം. സ്റ്റിയറിങ് അഴിച്ച് മാറ്റാതെ നമുക്ക് ചെയ്യാൻ പറ്റും. സ്റ്റിയറിങ് അഴിച്ച് താഴ്ത്തിയിട്ടിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത്രയുടെ കാര്യങ്ങൾ ചെയ്യാൻ എളുപ്പമാകുന്നത് നമ്മൾ സ്റ്റിയറിങ് അഴിച്ചിട്ട് ചെയ്യുന്നതാണ്. നമുക്ക് ഇത്രയുടെ കാര്യങ്ങൾ ഈസി. ഇതൊക്കെ ഊരിയെടുക്കുമ്പോൾ നമുക്ക് സ്റ്റിയറിങ് ഒരു തടസ്സമായി വരും. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇത് കാര്യങ്ങൾ ചെയ്യാൻ സ്റ്റിയറിങ് എടുത്ത് മാറ്റുന്നുണ്ട്. നമുക്ക് ആ സ്റ്റിയറിങ് എടുത്ത് മാറ്റാം. പതിനേഴിൻ്റെ നട്ടാണ് വരുന്നത്. കോമ്പിനേഷൻ സ്വിച്ച് നമുക്ക് ഊരിയെടുക്കാം. ഇങ്ങനെ ഇത്
കാണുന്നതാണ് കേബിൾ. ഇതാണ് കേബിൾ. ഇത് നമുക്ക് ഊരെടുക്കാം. ഇതാണ് സംഭവം. ഊരിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് ഊരെടുക്കാം. ഇതാണ് പുതിയ കേബിള്. ഈ കേബിളിന് ഏകദേശം 170 രൂപയോളം വിലയുണ്ട്. നമുക്ക് ആദ്യം ഈ ഭാഗമാണ് നമ്മൾ ഇവിടെ ലോക്ക് ചെയ്തത്. ഈ കാണുന്ന ഈ ഭാഗം അതിലേക്ക് ഇട്ടിട്ട് ലോക്ക് ചെയ്യുന്നത്. അത് ചെയ്ത് കാണിച്ചു തരാം. ഇവിടേക്കാണത് ലോക്ക് ചെയ്യുക. പ്രസ് ചെയ്തിട്ട് ലോക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെയുള്ള ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യുന്നു. അതിൻ്റെ ബോൾട്ട് ഇട്ട് ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു ബൂട്ടുണ്ട്. ആ ബൂട്ട് നമുക്കിടാം. അത് ചെളിയും പൊടിയൊക്കെ കയറാതിരിക്കാൻ വേണ്ടിയാണ് ആ ബൂട്ട്. അത് കൃത്യമായിട്ട് ആ ബൂട്ട് അതിനുള്ളിലേക്ക് കയറ്റിയിട്ട് കവർ ചെയ്യുക. നല്ല പ്രസ് ചെയ്ത് വെച്ചാൽ മതിയാവും. സെറ്റായിക്കോളും. ഓക്കെ. ഇനി ബാക്കിയുള്ള ഭാഗം ഫ്രണ്ട് പാനലിനകത്തേക്ക് കയറ്റി വെക്കാൻ പോവുകയാണ്. നമുക്കിനി ഈ ഭാഗം ഒന്ന് വൃത്തിയായി കൊടുക്കാം. ജസ്റ്റ് ആഴ്ച സ്ഥിതിക്കൊന്ന് ക്ലിയർ ചെയ്യാം. ഫസ്റ്റ് ത്രെഡ് ആണ് നമ്മൾ ഇനി ചെയ്യേണ്ടത്. ഇവിടെ 2 സോക്കറ്റ് അവിടെ വരുന്നത്. ഇത് നമുക്ക് പ്രസ് ചെയ്യണം. ഒന്നാമത്തെ സോക്കറ്റ് നമുക്ക് പ്രസ് ചെയ്തിടാം. ഉള്ളിലേക്ക് ശരിക്ക് ഫിറ്റ് ആയിട്ടുണ്ട്. ശരിക്കും പ്രസ് ചെയ്താൽ മതി. അത് പ്രസ് ചെയ്താൽ മതി. ഓക്കെ. ഇനി നമുക്ക് ഈ കാണുന്ന ഇതുകൂടി നമുക്ക് ഇതിലേക്ക് ഈ ഒരു സോക്കറ്റ് കൂടി നമുക്ക് ഇതിലേക്ക് ഇടേണ്ടതുണ്ട്. ഓക്കെ. കോമ്പിനേഷൻ സ്വിച്ച് എടുത്തിടാം. ശേഷം
ഇവിടെ മതി. ക്ലോസ് ചെയ്തു. ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യാം. Sí. അപ്പോൾ സ്പീഡോമീറ്ററിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം.